കോഴിക്കോടിന് മന്ത്രിയില്ല. പ്രതിഷേധമുയർത്തി കോൺഗ്രസ് ലീഗ് അനുഭാവികൾ. ജനീഷിനു വേണ്ടി ജയന്തിനെ വെട്ടിയെന്ന ആക്ഷേപം. തൃശൂർ മന്ത്രിക്ക് വഴിയൊരുക്കിയത് യൂത്ത് കോൺഗ്രസ് നേതൃസ്ഥാനം. ചാണ്ടി ഉമ്മനെ തഴഞ്ഞത് ജയന്തിന് തിരിച്ചടിയായി. കോഴിക്കോട് ജില്ലയ്ക്ക് മന്ത്രിസ്ഥാനം നൽകാതെ അവഗണിച്ചതിൽ പ്രതിഷേധം കനക്കുന്നു. കോൺഗ്രസ് മുസ്ലിം ലീഗ് അനുഭാവികളാണ് പ്രതിഷേധം ഉയർത്തുന്നത്. മുസ്ലിം ലീഗ് ഹൌസിന് മുൻപിൽ കരിങ്കൊടിയും പോസ്റ്ററും പതിച്ചു. 6-6 നേടിയ കോഴിക്കോടിന് എന്ത് അയോഗ്യതയാണ് ഉള്ളതെന്നും കോഴിക്കോടിനെ തഴയാൻ മാത്രം ഗഫൂറിന് യോഗ്യതയെന്ത് എന്നുമാണ് പോസ്റ്ററിലെ വാചകങ്ങൾ. നേരത്തെ കോഴിക്കോട് ജില്ലയിൽ നിന്നും മന്ത്രിമാർ ഇല്ലാത്തതിൽ പ്രതിഷേധവുമായി INTUCയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ജില്ലയിൽ കോൺഗ്രസ് പ്രതിനിധിയായി ജയന്തും ലീഗിൽ നിന്ന് പാറയ്ക്കൽ അബ്ദുള്ളയും പരിഗണനയിലുണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കുകയായിരുന്നു. പാറയ്ക്കൽ അബ്ദുള്ളയ്ക്ക് 2ാം ടേമിൽ മന്ത്രിയാകാം എന്നാണ് വ്യവസ്ഥ. തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ മികച്ച വിജയമാണ് കോഴിക്കോട് നിന്ന് UDFന് ലഭിച്ചത്. വർഷങ്ങളായി കോൺഗ്രസിന് MLAമാർ ഇല്ലാത്ത ജില്ലയിൽ ഇത്തവണ 13 സീറ്റിൽ 12 സീറ്റിലും UDF ജയിക്കുകയായിരുന്നു. 5 കോൺഗ്രസ് പ്രതിനിധികളും 6 ലീഗ് പ്രതിനിധികളും 1 സ്വതന്ത്രനുമാണ് കോഴിക്കോട് നിന്ന് വിജയിച്ചത്. കോൺഗ്രസ് മന്ത്രിപ്പട്ടിക പൂർണ്ണമായത് AICC ഇടപെടലുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. നിയുക്ത മുഖ്യമന്ത്രിയും കേന്ദ്ര നേതൃത്വവും കൂടി നടത്തിയ അവസാനഘട്ട ചർച്ചകളെ തുടർന്നാണ് ചില സുപ്രധാന തീരുമാനങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നത്. റോജി M. ജോൺ, OJ ജനീഷ്, KA തുളസി എന്നിവരുടെ കാര്യത്തിലാണ് ഡൽഹി ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലുള്ള തീരുമാനം. സണ്ണി ജോസഫിനെ കൂടാതെ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരാളെ കൂടി ഉൾപ്പെടുത്താനായിരുന്നു ധാരണ. റോജിയെ കൂടാതെ ചാണ്ടി ഉമ്മനും മാത്യു കുഴൽനാടനും സജീവ പരിഗണനയിലുണ്ടായി. സാമുദായിക ഉപഘടകങ്ങൾ അനുകൂലമല്ലെങ്കിലും റോജി മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന ആഗ്രഹത്തിലായിരുന്നു VD സതീശൻ. അനിശ്ചിതത്വം തുടർന്നതോടെ AICCയുടെ കൂടി അഭിപ്രായം തേടാൻ തീരുമാനിച്ചു. നിലവിൽ AICC സെക്രട്ടറിയാണെന്നത് റോജിക്ക് അനുകൂലമായി. NSU ദേശീയ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ള റോജി ഇത് നിയമസഭയിൽ 3ാം ടേമാണ് എന്നതും കണക്കിലെടുത്തു. അതേസമയം OJ ജനീഷിന്റെ വരവ് തികച്ചും അപ്രതീക്ഷിതമായി. ജനീഷ് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. M. ലിജു, ബിന്ദു കൃഷ്ണ എന്നിവർക്കൊപ്പം ആ സമുദായത്തിൽ നിന്ന് ഒരാൾ കൂടി ഉൾപ്പെടുത്താനുള്ള തീരുമാനം ഒടുവിൽ ജനീഷിന് വഴിയൊരുക്കി. K. ജയൻ, സേനാപതി വേണു എന്നിവരും ഈ ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ടു. 3 പേരും ആദ്യമായാണ് MLA ആകുന്നത് എന്നതിനാൽ അക്കാര്യത്തിൽ ആർക്കും സീനിയോറിറ്റി ഉണ്ടായില്ല. കോഴിക്കോടൻ പ്രാതിനിധ്യം ജയന്തിന് അനുകൂലമാകുമെന്ന സൂചന ശക്തമായെങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാണെന്നത് AICC കണക്കിലെടുത്തു. 10 വർഷമായി പ്രതിപക്ഷത്തു നിന്ന് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരം എന്ന നിലയ്ക്ക് കൂടിയാണ് ജനീഷിന്റെ തിരഞ്ഞെടുപ്പ്. ചാണ്ടി ഉമ്മൻ ഒഴിവായതും ജനീഷിനെ പരിഗണിക്കാൻ കാരണമായി. റോജിക്ക് പകരം ചാണ്ടി ഉമ്മൻ മന്ത്രിയായിരുന്നുവെങ്കിൽ യുവ പ്രാതിനിധ്യവും ഉറപ്പാകുമായിരുന്നു. ഈ സാഹചര്യത്തിൽ ജനീഷിന് പകരമായി ഒരുപക്ഷെ ജയന്ത് എത്തിയേനെ. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് 2 പേർ വരണമെന്ന ധാരണ രൂപപ്പെട്ടതോടെ തുളസിയും VP സജീന്ദ്രനും രമ്യ ഹരിദാസുമാണ് പരിഗണിക്കപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് K. മുരളീധരൻ മന്ത്രിയായതും പാലക്കാട് നിന്ന് വേറെ കോൺഗ്രസ് പ്രതിനിധി ഇല്ലാതായതും രമ്യയുടെ സാധ്യത കുറച്ചു. എറണാകുളത്ത് നിന്ന് ഘടകകക്ഷികളുടേതടക്കം 4 മന്ത്രിമാർ വന്നതോടെ സജീന്ദ്രന്റെ വഴിയടഞ്ഞു. റോജിയോ ലീഗിന്റെ അബ്ദുൾ ഗഫീറോ ഉൾപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ സജീന്ദ്രൻ 1 ടേം മന്ത്രിയാകുമായിരുന്നു. T. സിദ്ദീഖ്, അൻവർ സാദത്ത്, ഷാനിമോൾ ഉസ്മാൻ എന്നിവരിൽ ആര് എന്നതിലും ചർച്ച നീണ്ടുപോയി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം വഹിച്ചിട്ടുള്ളത് സിദ്ദീഖിന് ഒടുവിൽ മേൽക്കൈ നൽകി. സാദത്തിനു വേണ്ടി രമേശ് ചെന്നിത്തല വാദിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ ജില്ലയായ എറണാകുളത്തിന് അമിത പ്രാതിനിധ്യമാകുമോ എന്ന ശങ്ക അദ്ദേഹത്തിന്റെ വഴിയടച്ചു. സതീശൻ ഉറച്ചു നിന്നതോടെ ഡെപ്യൂട്ടി സ്പീക്കർ പദത്തിലേക്ക് ഷാനിമോളും വന്നു.